നമസ്തേ, നമസ്കാരം. പിട്ടാപ്പിള്ളി ഏജൻസീസ് ജനസഭയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനസഭ ഇന്ന് ചേരുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലാണ്. പൊതു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലെയും ജനഹിതം അറിയാനാണ് ജനം TV ജനസഭ സംഘടിപ്പിക്കുന്നത്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൻ്റെ പൊതുചിത്രം സിറ്റിംഗ് MP ആന്റോ ആൻ്റണി. അദ്ദേഹം നാലാമത്തെ തവണയും ജനവിധി തേടുകയാണ്. LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മുൻ മന്ത്രിയും അതുപോലെ CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഡോക്ടർ TM തോമസ് ഐസക്കാണ്. NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് BJPയുടെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള അനിൽ ആൻ്റണിയാണ്. വളരെ കടുത്ത ഒരു മത്സരത്തിനാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത്. പത്തനംതിട്ട ഇക്കുറി ആരെ തുണയ്ക്കും? നമുക്ക് ഈ ചർച്ചയിലൂടെ മനസ്സിലാക്കാം. ജനവികാരം എന്താണ് എന്ന് മനസ്സിലാക്കാം. മൂന്ന് മുന്നണികളുടെയും പ്രതിനിധികൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യം അവരെ പരിചയപ്പെടാം. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് DCC വൈസ് പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് വെട്ടൂർ ജ്യോതിപ്രകാശ്, അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. BJPയെ പ്രതിനിധീകരിച്ച് BJPയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് VA സൂരജിനും സ്വാഗതം. CPMനെ പ്രതിനിധീകരിച്ച് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ, ശ്രീ ശങ്കരനെയും സ്നേഹപൂർവ്വം ജനസഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരെയും സ്നേഹാദരങ്ങളോടെ ജനസഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ സംവാദം അഡ്വക്കേറ്റ് വെട്ടൂർ ജ്യോതിപ്രകാശിൽ നിന്ന് ആരംഭിക്കുകയാണ്. ക്ഷമിക്കണം, ജ്യോതിപ്രസാദിൽ നിന്ന് ആരംഭിക്കുകയാണ്. ക്ഷമിക്കുക. ഇക്കുറിയും വികസനം മുൻനിർത്തിയാണോ UDF വോട്ട് തേടുന്നത്? കഴിഞ്ഞ 15 വർഷം എന്തൊക്കെ വികസനങ്ങൾ ഈ മണ്ഡലത്തിൽ ബഹുമാനപ്പെട്ട MP കൊണ്ടുവന്നു? തീർച്ചയായും കഴിഞ്ഞ 15 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ആന്റോ ആൻ്റണി നേരിടുന്നത്. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് ഈ നിയോജക മണ്ഡലത്തിൽ ശ്രീ ആന്റോ ആൻ്റണി നടത്തിയിരിക്കുന്നത്. വ്യക്തിപരമായി ശ്രീ ആന്റോ ആൻ്റണിക്ക് എന്തെങ്കിലും പേരുദോഷമോ അഴിമതി ആരോപണങ്ങളോ ഇല്ലാതെ വ്യക്തിത്വത്തോടു കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അദ്ദേഹം കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ പറയുകയാണെങ്കിൽ പ്രധാനമായി ഈ ജില്ലയ്ക്ക് ഒരു കേന്ദ്രീയ വിദ്യാലയം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അടൂരിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് കൊണ്ടുവന്ന ഒരു കേന്ദ്രീയ വിദ്യാലയം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ആന്റോ ആൻ്റണിയുടെ സമയത്താണ് ചെന്നിർക്കരയിൽ സ്ഥലം ഏറ്റെടുത്ത് ചെന്നിർക്കരയിൽ ഒരു കേന്ദ്രീയ വിദ്യാലയം കൊണ്ടുവന്നു. രണ്ടാമത് കോന്നിയിൽ ശ്രീ അടൂർ പ്രകാശ് കൂടി MLA ആയിരിക്കുന്ന സമയത്ത്, മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം മെഡിക്കൽ കോളേജിന് വേണ്ടി അനുവദിച്ച സ്ഥലം ഏറ്റെടുത്ത് അവിടെയും കൊണ്ടുവന്ന് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നിർവഹിക്കുകയുണ്ടായി. 3 മെഡിക്കൽ കോളേജ്, പാസ്പോർട്ട് സേവാ കേന്ദ്രം പത്തനംതിട്ടയിൽ കൊണ്ടുവന്നു. അതുപോലെ തന്നെ വിവിധ വികസന പദ്ധതികൾ പറയുന്നത് കേന്ദ്ര റോഡ് വികസന പദ്ധതിയിൽ നിന്ന് 88 കോടി 94 ലക്ഷം രൂപ മുടക്കി ദേശീയപാത വികസനം നടത്തിയിട്ടുണ്ട്. അത് ദേശീയപാത വികസനം ഭരണിക്കാവ് മുണ്ടക്കയം റോഡ്, ചെങ്കൽപ്പുറ മുണ്ടക്കയം റോഡ് അടക്കം വരുന്നു. ഗവൺമെൻറ് മെഡിക്കൽ ഹോസ്പിറ്റലുകളുടെ വികസനത്തിന് വേണ്ടി ഈ തൂണ് 2-2.5 വർഷമായി ഇതുപോലെ കിടക്കുന്നു. അത് ആരുടെ വികസനമാണ്? ഇത് വീണ ജോർജ് മന്ത്രിയുടെ നിത്യസ്മാരകമായി നിൽക്കുന്ന തൂണാണ്. എംപിക്ക് റോളില്ല? എംപിക്ക് റോളില്ല. ഇല്ല. ശരി. ഓക്കെ പ്ലീസ് പറയട്ടെ. ഓക്കെ പ്ലീസ് പറയട്ടെ, അദ്ദേഹം പൂർത്തിയാക്കട്ടെ പെട്ടെന്ന്. ഈ ജില്ല ശുദ്ധജല വിതരണത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജില്ലയാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ജൽജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3669 കോടി രൂപയാണ് MPയുടെ ശ്രമഫലമായി കേന്ദ്രാവിഷ്കൃത പദ്ധതിയായി കൊണ്ടുവന്നതാണ്. പക്ഷേ ഇത് പ്രായോഗികമായി ദയവേത് പ്ലീസ് ഒന്ന് ബി സൈലന്റ്. പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. 1.5 മണിക്കൂർ. ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചോട്ടെ. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഞാൻ ഒരു നിമിഷം പ്ലീസ് ഒരു നിമിഷം ചോദിക്കട്ടെ. എന്റെ അഭ്യർത്ഥന ഒന്ന് മാനിക്കൂ പ്ലീസ്. എനിക്ക് 1.5 മണിക്കൂർ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. കണ്ടകടോരം തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. അതേ പറയട്ടെ. തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. പ്ലീസ്. ഞാൻ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് തരുന്ന ഫണ്ട് ഉപയോഗിച്ച പഞ്ചായത്തിൽ വികസനം നടക്കുന്നത്. പഞ്ചായത്തിൽ ഞാൻ വികസനം നടത്തി എന്ന് പറയുമ്പോൾ അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണ് എന്ന് പറഞ്ഞാൽ
താങ്കൾ കംപ്ലീറ്റ് ചെയ്തോ? ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധികൾ നിർദ്ദേശിക്കുന്ന പദ്ധതികൾക്ക് ഫണ്ട് അനുവദിക്കുക എന്നുള്ളത് ഏത് ഗവൺമെന്റ് ആയാലും, കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും അത് നിയമമാണ്. യെസ്, ഓക്കെ, പെട്ടെന്ന് പൂർത്തിയാക്കാം. സമയം 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഓരോ ആൾക്കും അനുവദിച്ചിരിക്കുന്നത്. വേളം വെക്കരുത്, പ്ലീസ് ആയിരിക്കും. ബി ജെ പി ആയിക്കൊള്ളട്ടെ, കേന്ദ്ര ഗവൺമെന്റ് ആര് ഭരിച്ചാലും എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, എം പിമാര് വേണ്ടല്ലോ, നേരിട്ടൊക്കെ ചെയ്താൽ മതിയല്ലോ. അപ്പൊ എം പിമാര് വേണ്ട എന്നൊക്കെ തീരുമാനിക്കുക, ജനപ്രതിനിധികൾ വേണ്ട തീരുമാനിക്കുക, പ്രധാനമന്ത്രി മാത്രം നിങ്ങൾ മാത്രമായിട്ട് ചെയ്താൽ മതി എന്ന് തീരുമാനിക്കുക. വേറെ തർക്കമില്ലല്ലോ, തീർന്നോ? വികസന പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വികസനം മുൻനിർത്തി തന്നെയാണ് വോട്ട് ചോദിക്കുന്നത്, അല്ലേ? തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ 12,41,00,000 രൂപയുടെ വികസന പ്രവർത്തനം നടന്നു വരുന്നു. 1 കോടി രൂപയുടെ എസ്കലേറ്റർ സ്ഥാപിച്ചു കഴിഞ്ഞു. 50 ലക്ഷം രൂപ അവിടേക്കുള്ള പ്രത്യേകമായ റോഡിന് വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞു. ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ 62 ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിന് 33,75,00,000 രൂപ അനുവദിച്ച് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇങ്ങനെ ഈ നിയോജക മണ്ഡലത്തിന്റെ സമസ്ത മേഖലകളിലും എം പിയുടെ കരസ്പർശമില്ലാത്ത ഒരു പദ്ധതി പോലും നടപ്പിലാക്കി. അഡ്വക്കേറ്റ് സൂരജ്, ശരിയാണോ ഇത്? സമസ്ത മേഖലയിലും വികസനം, സമഗ്ര വികസനം, അത് മുൻനിർത്തി തന്നെയാണ് ഈ കുറിയും വോട്ട് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ, ഇതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളാണ്. എം പിയെ സംബന്ധിച്ച് ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ജൽജീവൻ മിഷൻ പദ്ധതി പറഞ്ഞു, രാജ്യത്തെ 12 കോടി സാധാരണക്കാരൻ്റെ വീടുകളിലേക്കാണ് പൈപ്പ് വഴി വെള്ളം എത്തിച്ചു കൊടുത്തത്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു കേന്ദ്രീയ വിദ്യാലയങ്ങൾ കൊടുത്തുവന്ന്. മോദി സർക്കാർ കൊടുത്താണ് ഇവിടുത്തെ കേന്ദ്രീയ വിദ്യാലയങ്ങൾ. ഏറ്റവും അവസാനം കോന്നിയിലാണ് ഏറ്റവും വലിയ കേന്ദ്രീയ വിദ്യാലയം നൽകിയത്. മോദി സർക്കാർ കൊടുത്ത ഇവിടെ ഈ ജില്ലാ ആസ്ഥാനത്ത് തന്നെ മനോഹരമായിട്ടുള്ള FM സ്റ്റേഷൻ കൊടുത്തു, മോദി സർക്കാർ കൊടുത്തു. അത് വരുന്ന ഉടൻ തന്നെ ആന്റണി പത്രസമ്മേളനം നടത്തി അദ്ദേഹത്തിൻ്റെ പദ്ധതിയാണെന്ന് പറയാം. 8 കാലി മമ്മൂഞ്ഞിനെ പോലെ എല്ലാത്തിൻ്റെയും പിതൃത്വം അദ്ദേഹം ഏറ്റെടുക്കുക. കോന്നി മെഡിക്കൽ കോളേജിന് 169 കോടി രൂപ കൊടുത്തത് കേന്ദ്ര സർക്കാരാണ്. ഇതെല്ലാം കേന്ദ്ര സർക്കാർ ഇവിടെ കൊടുത്തു. അദ്ദേഹം പിന്നെ പറഞ്ഞു ദേശീയപാതയുടെ കാര്യം പറഞ്ഞു. ദേശീയപാതയ്ക്ക് പണം കൊടുത്ത മോദി സർക്കാരാണ്. ഈ ആന്റണി ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. അദ്ദേഹം ആകെ ചെയ്യുന്നത് ചില വെയിറ്റ് ഷെഡുകൾ സ്ഥാപിക്കും. പത്തനംതിട്ടയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ വിവരാവകാശ പ്രവർത്തകരെ അതിനെ സംബന്ധിച്ചുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞപ്പോൾ 22 ലക്ഷം രൂപയാണ് വെയിറ്റ് ഷെഡിന് വാങ്ങിച്ചിരിക്കുന്നത്. ആകെ 2 ലക്ഷം രൂപ പോലും ആ വെയിറ്റ് ഷെഡിനില്ല. ഈ തരത്തിൽ കമ്മീഷൻ അടിക്കുന്ന സമീപനമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. മറ്റൊന്ന് നമുക്കറിയാം, ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളൊക്കെ നമുക്കറിയാം. നമ്മുടെ മോദിയുടെ ആണെങ്കിലും അതിന്റെ കമ്മീഷൻ അടിച്ച ആന്റണിയാ. മോദി ഇവിടെ 2 ലക്ഷം രൂപയുടെ വെയിറ്റ് ഷെഡ് സ്ഥാപിച്ചിട്ട് അത് 21 ലക്ഷം രൂപയാണെന്നാണ് ആന്റണി പറഞ്ഞിരിക്കുന്നത്. അതേപോലെ അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടുത്തെ ജവാന്മാരെ അപമാനിക്കുന്ന പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. പുൽവാമയിലെ ഭീകരാക്രമണം നടത്തി അവിടെ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കാത്തു സൂക്ഷിച്ച ജവാന്മാർ മരണപ്പെട്ടപ്പോൾ അത് പാകിസ്ഥാൻ ചെയ്തതല്ല എന്നുള്ള പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഈ രാജ്യദ്രോഹിയായിട്ടുള്ള MP-യെ കാൽത്തുറുകിൽ അടക്കണമെന്നാണ് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയോട് ആവശ്യപ്പെടാനായിട്ടുള്ളത്. ഇത്തരത്തില് ജനങ്ങൾ വോട്ട് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് രാജ്യത്തിൻ്റെതായിട്ടുള്ള പ്രസ്താവനയാണ് ഈ MP ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു വികസന പ്രവർത്തനങ്ങളും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മോദി സർക്കാർ കൊടുത്തിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ്. മോദി സർക്കാരാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വരുന്നത്. ഒരു നിമിഷം അതേ ചോദിക്കട്ടെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളിലേക്ക് വരാം. രാജ്യത്തുള്ളവരെ കൊന്ന് നിങ്ങളാണ് രാജ്യത്തുള്ളവരെ കൊല്ലുന്നത്. പ്രധാനമന്ത്രി ഒരാളെയും കൊല്ലുന്നില്ല ഈ രാജ്യം. അതുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് അധികാരത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാം പുറത്താക്കിയിട്ട് വിളികൾ വേണ്ട, പ്ലീസ്. ഒന്ന് സഹകരിക്ക്. അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ, ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുക, അല്ലെ? പക്ഷേ സംസ്ഥാന ഭരണം, സർക്കാരിന്റെ പ്രവർത്തനം അതുകൂടി വിലയിരുത്തപ്പെടും, അതല്ലേ? പ്ലീസ് ഒന്ന് അടങ്ങ്. പറയട്ടെ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കണ്ടേ? അതൊക്കെ വരും. ബഹളം വെക്കരുത്. പ്ലീസ് മൈക്ക്. യെസ്, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം
വോട്ടർമാരെ സമീപിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണോ അതോ മറ്റ് ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണോ? ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങളും ആശയങ്ങളും ദയവ് ചെയ്ത് പരസ്പരം പോർവിളികൾ വേണ്ട, ഒന്ന് സഹകരിക്ക്. തുടങ്ങിയല്ലേ ഉള്ളൂ. പ്ലീസ് പറയാം. വരട്ടെ, അദ്ദേഹത്തിന് കൂടെ വരട്ടെ, അപ്പൊ പറയാം. ഇങ്ങനെ ബഹളം വെക്കാതെ അദ്ദേഹം ഒന്ന് പറയട്ടെ. അദ്ദേഹം ഒന്ന് സംസാരിക്കട്ടെ. ഏകപക്ഷീയൊന്നുമില്ല. നിങ്ങൾ അവിടെ ഇരിക്കുക. അദ്ദേഹം പറയട്ടെ, അദ്ദേഹം സംസാരിക്കട്ടെ. മൂന്ന് മുന്നണികളുടെ പ്രതിനിധികൾ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കട്ടെ. അതിനുശേഷം ഓക്കെ. അഡ്വക്കേറ്റ് ഓമൽ ഉഷകരെ താങ്കൾക്ക് പറയാം. അല്ല, ക്രൗഡ് പറയുന്നതിനനുസരിച്ച് ഈ ജനസഭ കൊണ്ടുപോകാൻ പറ്റില്ല. ജനങ്ങൾ പറയുന്നതനുസരിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. അദ്ദേഹം പറയട്ടെ. നിങ്ങൾ എന്തിനാണ് അക്ഷമരാകുന്നത്? നിങ്ങൾ എന്തിനാണ് അക്ഷമരാകുന്നത്? ഒരു നിമിഷം വെയിറ്റ് ചെയ്യൂ. പറയൂ. ഓക്കെ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ദേശീയാടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കൃഷിക്കാരും തൊഴിലാളികളും അഭിമുഖീകരിക്കുന്ന ജീവിത ദുരിതങ്ങൾ, അതിന് പരിഹാരം കാണാൻ ഒരു പാർട്ടിക്കോ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനോ ഒരു ഭരണകൂടത്തിനോ എത്രമാത്രം കഴിഞ്ഞു എന്നതാണ് ഒന്നാമത്തെ വിലയിരുത്തൽ. രണ്ടാമത്തെ വിലയിരുത്തൽ, കേരളം എന്ന സംസ്ഥാനത്തോടെ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള സമീപകാല നയങ്ങൾ. ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കേരളത്തിന് ലഭിക്കേണ്ട അർഹിക്കുന്ന ധനവിഹിതം അനുവദിക്കാതെ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ ഒരു സാമ്പത്തിക ഉപരോധത്തിലാക്കിയിരിക്കുന്നു. അത് കേരളത്തിൻ്റെ വികസനത്തെ സാരമായി ബാധിച്ചിരിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നമാണ് പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വികസനം. പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ 15 വർഷക്കാലം MP ആയിരുന്ന ശ്രീമാൻ ആന്റോ ആന്റണിക്ക് കാര്യമായ ഒരു വിജയം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ നൂതനമായ ഒരു പദ്ധതി പോലും എടുത്തു കാണാൻ നമുക്ക് കഴിയില്ല. ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ച ജൽജീവൻ മിഷൻ എന്ന് പറയുന്നത് 60% കേന്ദ്ര ഗവൺമെൻറ്റും 40% സംസ്ഥാന ഗവൺമെൻറ്റും പണം മുടക്കി, ഈ രണ്ട് ഗവൺമെൻറ്റുകളുടെയും പണം മുടക്കി ചെയ്യുമ്പോൾ അതിൽ ഏത് വർക്ക് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ MP-ക്ക് യാതൊരു റോളും ഇല്ല. അത് ഗവൺമെൻറ്റുകളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ പറഞ്ഞൊരു വിഷയത്തെപ്പറ്റി ഞാൻ സൂചിപ്പിച്ചതാണ്. എന്നാൽ അതേ അവസരത്തിൽ കേരള ഗവൺമെൻറ്റിന് നികുതി വരുമാനം, GST എന്ന് പറയുന്ന നികുതി വരുമാനത്തിൽ ലഭിക്കേണ്ട നികുതി ലഭിക്കുന്നില്ല എന്ന് ഇന്ന് സുപ്രീം കോടതി പോലും മനസ്സിലായിരിക്കുന്നു. സുപ്രീം കോടതി ഇന്ത്യ ഗവൺമെന്റിനോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് കേരളത്തിന് ലഭിക്കേണ്ട നികുതി കൊടുക്കാത്തത്? കേരളത്തിന്റെ വികസനം നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിന്റെ നികുതി ഇല്ലാതാക്കി, സെയിൽസ് ടാക്സ് ഇല്ലാതാക്കിയിട്ട് അതിനു പകരം കേന്ദ്ര നികുതി വന്നു, GST വന്നാൽ ആനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം. ഇന്ന് കേരളത്തിൽ നികുതി വിഹിതം ലഭിക്കാത്തത് കൊണ്ട് കേരള മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ സമരം ചെയ്യേണ്ടി വന്നു. കർണാടക മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ സമരം ചെയ്യേണ്ടി വന്നു. പല സംസ്ഥാനങ്ങൾക്കും അർഹിക്കുന്ന നികുതി വിഹിതം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാതിരിക്കുന്നതാണ് രാജ്യത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ഫെഡറൽ സംവിധാനത്തെയും സാമ്പത്തിക ഫെഡറലിസത്തെയും തകർത്തിരിക്കുകയാണ്. ഒരു ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഫെഡറലിസമാണ്. ശക്തമായ കേന്ദ്രമുണ്ടാവണം, ശക്തമായ സംസ്ഥാനങ്ങളും ഉണ്ടാവണം. ഈ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് നയം ശക്തമായ കേന്ദ്രം മാത്രം മതി, ശക്തമായ സംസ്ഥാനമേ വേണ്ട. സംസ്ഥാനങ്ങൾ ദുർബലമാവണം, കേന്ദ്രം മാത്രം നന്നായാൽ മതി. ആ നിലപാട് തെറ്റാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ വോട്ടർമാരും കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. മൂന്ന് മുന്നണികളുടെ പ്രതിനിധികൾ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ വിശദീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ പോകുന്നത് വോട്ടർമാരിലേക്കാണ്. വോട്ടർമാർക്ക് ചോദിക്കാനുണ്ട്, നിരവധി ചോദ്യങ്ങളുണ്ട്. മണ്ഡലത്തിലെ ജനസഭയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ വോട്ടർമാരുടെ ചോദ്യങ്ങളിലേക്ക് പോകുന്നു. ആദ്യ ചോദ്യം ഒരു വനിത തന്നെയാണ്, പ്ലീസ്. ബഹുമാന്യനായ ആന്റോ ആന്റണി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ തവണ 44,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചതെങ്കിൽ ഈ വർഷം 1,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ളതിന് സംശയമില്ല. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്ന പദ്ധതികളെക്കുറിച്ച് പറയുകയുണ്ടായി. ഒരു MP അവിടെ ഇല്ലെങ്കിൽ ഇന്ന പ്രദേശത്തെ ഇന്ന വർക്ക് കൊണ്ടുപോകണമെന്നുള്ളത് പറയണമെങ്കിൽ അവിടെ ഒരു ജനപ്രതിനിധി ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ പാർലമെൻറ്റിൽ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഈ പാർലമെൻറ്റിലെ MP തന്നെ ആയിരിക്കും. എനിക്ക് ചോദിക്കാനുള്ളത് സൂരജിനോടാണ്. 2 കോടി
തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ മോദി സർക്കാർ എത്ര തൊഴിലവസരം, 1 വർഷമായി 2 കോടി കൊടുക്കുമെന്ന് പറഞ്ഞ് എത്ര തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു? ഒരാളുടെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും 15 ലക്ഷം രൂപ കിട്ടിയതായിട്ട് അറിയാനുണ്ടോ? ഗ്യാസിന്റെ വില കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ട് ഗ്യാസിന്റെ വില 3 ഇരട്ടി ആക്കിയതല്ലേ മോദി സർക്കാർ? പെട്രോൾ ഡീസലിന്റെ വില ഒരു ബാരലിന് $60 ഉണ്ടായിരുന്ന സമയത്ത് പെട്രോളിന് 60 രൂപ അല്ലെങ്കിൽ 50-60 രൂപയിൽ നിന്നത് ഒരു ബാരലിന് 40 രൂപ ആയപ്പോഴും പെട്രോൾ ഡീസലിന്റെ വില 100 കവിഞ്ഞു. അപ്പൊ അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഗ്യാസിന്റെ വില കൂടി, പെട്രോളിന്റെ വില കൂടി, തരാമെന്ന് പറഞ്ഞ ഒന്നും തന്നിട്ടില്ല. പിന്നെ എന്താണ് ജനങ്ങൾക്കായിട്ട് മോദി സർക്കാർ ചെയ്തിട്ടുള്ളതെന്ന് അറിഞ്ഞാൽ മോദി സർക്കാർ ചെയ്ത കാര്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം വികസന പദ്ധതികളാണ് മോദി സർക്കാർ ചെയ്യുന്നത്. 12 കോടി സാധാരണ കർഷകർക്ക് കിസാൻ സമ്മാൻ നിധി മോദി സർക്കാർ കൊടുത്തു. നമ്മുടെ സംസ്ഥാനത്ത് 38 ലക്ഷം കർഷക കുടുംബങ്ങൾക്ക് കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നു. ഈ ജില്ലയിൽ തന്നെ 1,53,700 കർഷക കുടുംബങ്ങൾക്ക് കിസാൻ സമ്മാൻ നിധി മോദി സർക്കാർ കൊടുക്കുന്നു. ഇത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യമാണ്. ജൽജീവൻ മിഷൻ പദ്ധതി രാജ്യത്ത് 12 കോടി സാധാരണക്കാരൻ്റെ വീടുകളിലേക്കാണ് ജൽജീവൻ മിഷൻ പദ്ധതി കൊടുത്തത്. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത സാധാരണ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി 11,75 ലക്ഷം ശൗചാലയങ്ങളാണ് മോദി സർക്കാർ നിർമ്മിച്ച് നൽകിയിട്ടുള്ളത്. ഈ തരത്തിലുള്ള നിരവധി വികസന പദ്ധതികളാണ് ഈ നാട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിട്ടും പറയുന്നു മോദി സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇത് ഓരോ ദിവസവും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നവരായിരുന്നു ഈ UPA സർക്കാർ. ആഗോള വിപണി വില കുറഞ്ഞാലും ഇവിടെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങളെ കൊള്ളയടിച്ചവരാണ് ഇപ്പൊ മോദി സർക്കാർ കൂട്ടുന്നു എന്നുള്ള കള്ളപ്രചരണം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഗ്യാസിന്റെ വില ഇവിടെ കുറച്ചിരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്, എന്നിട്ട് പറയുന്നത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള. അപ്പൊ ഈ തരത്തിലുള്ള കള്ളപ്രചരണങ്ങളാണ് ഇവിടെ കോൺഗ്രസ്സുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷമായിട്ടും മോദി ദില്ലിയിൽ അധികാരത്തിലിരിക്കുന്നത്. അടുത്ത ചോദ്യം. അല്ല, അദ്ദേഹത്തിന് അത്രേ പറയാനുള്ളൂ. പ്ലീസ്. ചോദ്യം. എനിക്ക് UDF പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലം മുമ്പായിട്ടൊരു വാഗ്ദാനം നൽകിയിരുന്നു ശബരി റെയിൽപാത, അതായത് ചെങ്ങന്നൂര്, അടൂര്, പന്തളം അതിനെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു റെയിൽപാത ഇവിടെ തുടങ്ങുമെന്ന്. അവിടെ റെയിൽപാത പോയിട്ടൊരു നടപടി പോലും ആന്റണിയെ കൊണ്ട് ഇവിടെ നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. പറഞ്ഞോട്ടെ. രണ്ടാമത്തെ കാര്യം, ഒരു 100 പേർക്ക് യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം ഈ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ആരംഭിക്കാൻ ആന്റണിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? 15 വർഷം വികസനമില്ലായ്മയാണ് ഇവിടെ ഭൂരിഭാഗവും നടന്നിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനിയും യുവജനങ്ങളെ വഞ്ചിക്കുന്ന തരത്തിലേക്കുള്ളൊരു സമീപനമാണ് ആന്റണി സ്വീകരിച്ചു പോകുന്നത്. ഇനിയും വോട്ട് കൊടുക്കാൻ തയ്യാറല്ല. അതിനെക്കുറിച്ചുള്ള ഇതാണ് എനിക്ക്. ശബരിപാത അതുപോലെ ഈ തൊഴിൽ നൽകുന്ന എന്തെങ്കിലും വ്യവസായ സംരംഭം പത്തനംതിട്ടയിലുണ്ടോ? ശബരിപാതയ്ക്ക് വേണ്ടി നിരവധി തവണ പാർലമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തുകയും സബ്മിഷൻ കൊണ്ടുവരികയും ചെയ്തതാണ് ആന്റണി. ഇവിടെ പറഞ്ഞതുപോലെ ഇത് അനുവദിക്കേണ്ടത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അല്ലേ? ആന്റണി ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അത് അനുവദിക്കാത്തത്. അതിനകത്ത് മറ്റു കാര്യമില്ല. പിന്നെ തൊഴിൽ, ഈ പറഞ്ഞ ഓരോ വർഷം 2 കോടി തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞ തൊഴിൽ എവിടെ? നരേന്ദ്രമോദിയാണല്ലോ പറഞ്ഞ 1 വർഷം 2 കോടി തൊഴിൽ കൊടുക്കുമെന്ന്. ആ തൊഴിൽ എവിടെ? ആ തൊഴിൽ കൊടുക്കാതെ ഇവിടെ ആന്റണി തൊഴിലവസരം കൊടുത്തോ എന്ന് ചോദിച്ചിട്ട് കഥ എന്താ? 15 വർഷം ഭരിച്ചു, 15 വർഷം MP ആയി. 15 വർഷത്തിൽ 10 വർഷവും നരേന്ദ്രമോദിയായിരുന്നു പ്രധാനമന്ത്രി. ആ 10 വർഷം നരേന്ദ്രമോദിയായിരുന്നു പ്രധാനമന്ത്രി. എന്തുകൊണ്ട് ഈ 10 വർഷം ഒരു വർഷം 2 കോടി തൊഴിലവസരം എന്ന് പറഞ്ഞിട്ട് ഈ 10 വർഷം കൊണ്ട് ഒരു തൊഴിലവസരമെങ്കിലും സൃഷ്ടിച്ചോ? എത്ര പേർക്ക് കിട്ടി? അതിനും നരേന്ദ്രമോദിയാണ് ഉത്തരവാദി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഇന്ന് ജോലി കൊടുക്കുന്ന മോദി സർക്കാരാണ്. റെയിൽവേ കൂടിയും മറ്റുള്ള സ്ഥലങ്ങളിൽ കൂടിയും എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇവിടെ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്, ആർക്കും കൊടുക്കുന്നില്ല എന്നുള്ളത്. ഇവര് UPA സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആർക്കും തൊഴിൽ കൊടുക്കാതെ. കാരണം മുഴുവൻ അഴിമതി നടത്തിക്കൊണ്ട് മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. മോദി സർക്കാർ യാതൊരുവിധ ഇതുമില്ലാതെ ഒരു പക്ഷപാതവും ഇല്ലാതെ ഈ നാട്ടിൽ യുവജനങ്ങൾക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർക്കാണ് തൊഴിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഓൺലൈനിൽ കൂടും മറ്റുള്ള രീതിയിൽ കൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എന്നിട്ടും പറയുന്നു മോദി സർക്കാർ ആർക്കും തൊഴിൽ കൊടുക്കുന്നില്ല. ഈ തരത്തിലുള്ള കള്ള പ്രചരണങ്ങളാണ് UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം.
ഇങ്ങനെ വരട്ടെ ചോദ്യങ്ങൾ, പെട്ടെന്ന് ചോദ്യങ്ങൾ വരട്ടെ. Please, ഒരു നിമിഷം. എനിക്ക് രണ്ടുപേരോടാണ് മൈക്ക് കൊടുക്ക്, അപ്പുറത്ത് കൊടുക്ക്, മൈക്ക്. രണ്ടുപേരോടാണ് ചോദിക്കാനുള്ളത്. ഒന്ന് BJP-യുടെ പ്രതിനിധിയോടും ഒന്ന് UDF-ന്റെ പ്രതിനിധിയോടും. UDF-ന്റെ പ്രതിനിധിയോട് സാറിനോട് ചോദിക്കേണ്ട, അവർ ചോദിച്ചോളും. UDF-ന്റെ പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്, ഈ രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന വളരെ സുപ്രധാനപ്പെട്ട ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിച്ചു. മുത്തലാഖ് ബില്ല്, തൊഴിൽ നിയമ ഭേദഗതികൾ, ഇപ്പോൾ ഏറ്റവും അവസാനമായി പൗരത്വ ഭേദഗതി ബില്ല് അടക്കം അവതരിപ്പിച്ചപ്പോൾ ഈ പാർലമെന്റ് അംഗം അവിടെ എന്തെടുക്കുകയായിരുന്നു? അപ്പോൾ ഇന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കരുതെന്നാണ്. അതിനെക്കുറിച്ച് UDF-ന്റെ പ്രതിനിധിക്ക് എന്താണ് മറുപടി പറയാൻ? രണ്ടാമത് ഈ ഗ്യാസിന്റെ സബ്സിഡി അക്കൗണ്ടിലേക്ക് വരുമെന്നാണ് പറഞ്ഞത്. ഇവിടെ നിൽക്കുന്ന BJP-യുടെ പ്രതിനിധിയുടെ അക്കൗണ്ടിൽ ഈ ഗ്യാസിന്റെ സബ്സിഡി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ ജനങ്ങളുടെ മുമ്പാകെ അതൊന്ന് പറയണം, അദ്ദേഹത്തിന് കിട്ടിയെന്ന്. ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. ന്യൂനപക്ഷ വിഭാഗങ്ങളെ ബാധിക്കുന്ന എല്ലാ വിഷയത്തിലും വ്യക്തമായ നിലപാടും സുശക്തമായ നിലപാടും എടുത്തിട്ടുള്ള ആളാണ് ആന്റോ ആന്റണി. വ്യക്തമായ നിലപാടുകളും ശക്തമായ നിലപാടുകളും വോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പറഞ്ഞേ. വ്യക്തമായ നിലപാടുകളും ശക്തമായ നിലപാടുകളും എടുത്തിട്ടുള്ള ആളാണ് ആന്റോ ആന്റണി. ഈ കഴിഞ്ഞ ദിവസം പോലും ഇന്നലെ പോലും CAA വിഷയത്തിൽ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് പറയാനുള്ളത് അത്രേ ഉള്ളൂ. ഓക്കെ, പറഞ്ഞു. ഒരു ചോദ്യം അടുത്ത ചോദ്യം ചോദിച്ചു. മറ്റേ പൗരത്വ ബില്ലിനെ കുറിച്ച് പറയുന്നു. പൗരത്വ ഇത് വിജ്ഞാപനമായതുകൊണ്ട് കഴിഞ്ഞ ദിവസം വിജ്ഞാപനമായി. സബ്സിഡി ഗ്യാസിന്റെ സബ്സിഡി സാധാരണ ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്. ഇത് ഇവർക്ക് മാത്രമാണ് കിട്ടാതെ. എത്ര ആൾക്കാർക്ക് വന്നുകൊണ്ടിരിക്കുന്നു സബ്സിഡി, ഇതിൽ ഇവർക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നത് വേറും കള്ളപ്രചരണം ഇവർ നടത്തിക്കൊണ്ട്. പൗരത്വ ഭേദഗതി അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിന്റെ വിജ്ഞാപനം കഴിഞ്ഞ ദിവസം ഈ നാട്ടിലെ ഒരു ഇന്ത്യക്കാരനെ പോലും പുറത്താക്കുന്ന നിയമം അല്ല കൊണ്ടുവന്നിട്ടുള്ളത്. ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമൊക്കെയുള്ള ആൾക്കാർ ഇവിടെ നുഴഞ്ഞു കയറുന്നവർക്കെതിരെയുള്ള നിയമം വന്നിരിക്കുന്നത്. അല്ല, ഈ നാട്ടിലെ പൗരന്മാർക്കെതിരെ ഒരു നിയമം ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ഒരു ഇന്ത്യക്കാരനെയും പുറത്താക്കാൻ മോദി സർക്കാർ കൂട്ടുനിൽക്കത്തില്ല. അത് അറിഞ്ഞുകൊണ്ട് ഇലക്ഷൻ കാലത്ത് ഇവർ ചുമ്മാ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്നാലും ഞാൻ തന്നെ ചോദിക്കാം, CAA-യിൽ എന്താണ് പാർട്ടിയുടെ നിലപാട് എന്ന് മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു. പക്ഷേ കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ? ഇന്ത്യയിൽ ഒരു നിയമ ഭേദഗതി കൊണ്ടുവരുന്നു, നടപ്പിലാക്കുന്നു. എങ്ങനെ കേരളത്തിൽ അത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് മുഖ്യമന്ത്രിക്ക് പറയാൻ സാധിക്കും? അതൊരു വഞ്ചനയല്ലേ? ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നത് പോലെയല്ലേ? പൗരത്വ ഭേദഗതി നിയമം എന്ന നിയമത്തിന് ഇപ്പൊ എന്ത് പ്രസക്തിയാണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ ഈ തെരഞ്ഞെടുപ്പായാലും ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ പ്രധാന വിഷയം ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളാണ്. അതിന് പരിഹാരം കാണാൻ വല്ല നിയമനിർമ്മാണം ഉണ്ടെങ്കിൽ അത് കൊള്ളാം. വിലക്കയറ്റം തടയുന്നതിനുള്ള നിയമനിർമ്മാണം, ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കാൻ വേണ്ടി ഭൂപ്രഭുത്വം അവസാനിപ്പിക്കുന്ന ഭൂപരിഷ്കരണ നിയമം, അതുപോലെ തന്നെ നികുതി വരുമാനം സമ്പന്നരിൽ നിന്ന് പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള നിയമം, ഒരുപാട് നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാനുണ്ട്. ഈ പൗരത്വം ഇപ്പം കൊണ്ടുവരേണ്ട കാര്യം എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. 3-4 വർഷം മുമ്പ് പാസ്സാക്കിയ ഒരു നിയമം, അന്ന് പൂർണ്ണമായിട്ട് പാസ്സാക്കിയിട്ടില്ലെങ്കിലും അന്ന് അവതരിപ്പിച്ച നിയമം, ആ നിയമത്തെ പറ്റി ചർച്ച ഉയർന്നപ്പോൾ തന്നെ ഇത് സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെടുന്ന ഒരു പ്രശ്നമേ അല്ല. ഇത് ഇന്ത്യയിൽ ഇന്ന് പൗരത്വം ഒരു വിഷയമേ അല്ല, ഒരു വിഷയം സൃഷ്ടിക്കുകയാണ്. പൗരത്വത്തിൻ്റെ പേരിൽ ഒരു വിഷയം സൃഷ്ടിച്ച് മതവിഭാഗങ്ങളെ തമ്മിലെടുപ്പിച്ച് മതവിദ്വേഷം പ്രചരിപ്പിച്ച് അതിലൂടെ ഒരു മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടല്ലേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുന്നോടിയായിട്ട് ഇത് വന്നിരിക്കുന്നത്. എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഈ നിയമം ഇപ്പോൾ ഉടനെ നടപ്പാക്കാൻ പറ്റില്ല. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞേ പറ്റുള്ളൂ. അതിൻ്റെ ചട്ടങ്ങളായിട്ടില്ല, ചട്ടങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. വെറും ഓർഡിനൻസ് മാത്രമാണ് പുറപ്പെടുവിക്കുന്നത്. കേരളത്തിലെ ന്യൂനപക്ഷം കേരളത്തിൽ മാത്രമല്ല, രാജ്യത്ത് എല്ലായിടത്തും ഉണ്ടല്ലോ. ന്യൂനപക്ഷത്തിന് യഥാർത്ഥത്തിൽ ഒരു സംരക്ഷണം ആവശ്യമാണ്. അത് ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആ സംരക്ഷണത്തെ എതിർക്കാൻ ആർക്കും കഴിയില്ല. ഇന്ന് ന്യൂനപക്ഷത്തിനെതിരായ ഒരു വികാരം സൃഷ്ടിക്കലാണ് ഈ പൗരത്വ ഭേദഗതി നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥ വിഷയമുണ്ടല്ലോ. ഇവിടെ പൗരന്മാർക്ക് എന്താ, അവരുടെ സ്വാതന്ത്ര്യമല്ല പ്രശ്നം, പൗരന്മാരുടെ ജീവിതമാണ് പ്രശ്നം. പട്ടിണി സൂചികയുടെ കാര്യത്തിൽ ഇന്ന് ലോകത്ത് ഐക്യരാഷ്ട്രസഭയുടെ കണക്കെടുത്തപ്പോൾ ലോക വിശപ്പ് സൂചിക, വേൾഡ് ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യ 111 സ്ഥാനത്താണ്. 110 രാജ്യങ്ങളുടെ പുറകിലാണ് ഇന്ത്യ ഹങ്കർ ഇൻഡെക്സിൽ, അതായത് പട്ടിണി, ദാരിദ്ര്യം ആദ്യമായ കാര്യങ്ങളിൽ. അത് സംബന്ധിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം മനുഷ്യന് പൗരത്വം വേണോ? പൗരത്വത്തിന് കേരളത്തിലെ പട്ടിണി മരണങ്ങളിൽ ദാരിദ്ര്യം താരതമ്യേന കുറവുള്ള സംസ്ഥാനം കേരളമാണെന്ന് ഇന്ത്യ ഗവൺമെന്റ് തന്നെ കണക്കുണ്ട്. അതിദാരിദ്ര്യ സർവേ ഇപ്പൊ നടത്തിയ സമയത്ത്, അതിദാരിദ്ര്യ സർവേ നടത്തിയപ്പോൾ
0.66 മാത്രമാണ് കേരളത്തിലെ അതിദാരിദ്ര്യം. അതേ അവസരത്തിൽ ഏറ്റവും കൂടുതൽ അതിദാരിദ്ര്യമുള്ളത് UP, ഏറ്റവും കൂടുതൽ അതിദാരിദ്ര്യമുള്ളത് ബീഹാർ. കേരളമാണ് അതിദാരിദ്ര്യത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്നത്. ഇത് ഇന്ത്യ ഗവൺമെന്റ് പോലും അംഗീകരിച്ച കണക്കാണ്. ആ അതിദാരിദ്ര്യത്തെ പോലും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അതിദാരിദ്ര്യം പോലും ഇല്ലാതാക്കാൻ വിഷയമതല്ല. ഇങ്ങനെയുള്ള ഗൗരവമേറിയ വിഷയങ്ങൾ ധാരാളം ഉള്ളപ്പോ നമ്മൾ എന്തിനാണ് പൗരത്വത്തെ സംബന്ധിച്ചൊരു വിഷയമെടുത്ത് തെരഞ്ഞെടുപ്പിന്റെ മുന്നിലിടുന്നത്? അത് ജനനന്മയ്ക്കല്ല, അത് സാമ്പത്തിക വിഷയമല്ല, സാമൂഹ്യ വിഷയമല്ല, അത് മതവിദ്വേഷം പ്രചരിപ്പിച്ച് പല മതങ്ങളിൽപ്പെട്ട ആളുകളെ അവഗണിച്ചാ പോരെ? അല്ല, അവഗണിക്കുന്നല്ലോ, ഞങ്ങൾ അവഗണിച്ചിരിക്കുകയാണ്. അതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞത് കേരളത്തിൽ നടപ്പിലാക്കില്ല. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് കേരളത്തിൽ നടപ്പിലാക്കില്ല. ഈ തെരഞ്ഞെടുപ്പിൽ LDF ഉയർത്തുന്ന ഒരു മുദ്രാവാക്യം. അതെ, LDF പല മുദ്രാവാക്യങ്ങളിൽ ഒന്ന്, LDFന്റെ മൗലിക മുദ്രാവാക്യം ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളാണ്, കേരളത്തിന്റെ വികസന പ്രശ്നമാണ്, കേരളത്തിന്റെ വികസന പ്രശ്നമാണ്, കേരളത്തിലെ ജനങ്ങളുടെ ജീവിത പ്രശ്നമാണ്. ആ പല മുദ്രാവാക്യങ്ങൾ വരുമ്പോൾ അതിലൊന്നാണ് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുടെ ശമ്പളം ചരിത്രത്തിൽ ആദ്യമായിട്ട്. അതെ, ശമ്പളം കൊടുക്കുന്നത് ഖജനാവിൽ നിന്ന്. ഖജനാവിന് വരേണ്ട വരുമാനം എങ്ങനെ വരുന്നു? ഒരു GST എന്ന് പറയുന്ന നികുതി, ആ GST 100 രൂപ കേരളത്തിൽ പിരിക്കുമ്പോൾ കേരളത്തിന് തരുന്നത് 21 രൂപയാണ് കേന്ദ്രം ഇപ്പോൾ നികുതി വിഹിതം തരുന്നത്. അതേ അവസരത്തിൽ UPക്ക് GSTയുടെ 46 രൂപയാണ് കൊടുക്കുന്നത്, 100-ൽ 46. ബീഹാറിന് കൊടുക്കുന്നത് 100-ൽ 70 കേരളത്തിന് 100-ൽ 21 രൂപ മാത്രമാണ് GST വിഹിതം തരുന്നത്. ഈ GST വിഹിതം എന്ന് പറയുന്നത് 50% സംസ്ഥാനത്തിന് കൊടുക്കുകയും 50% കേന്ദ്രം എടുക്കുകയാണ് വേണ്ടത്. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അല്ലല്ല, തനത് വരുമാനം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പിരിച്ചു, പക്ഷെ അതുകൊണ്ടായില്ല. ഇപ്പോൾ തന്നെ സുപ്രീം കോടതി പറഞ്ഞു 13,800 കോടി രൂപ അടിയന്തരമായിട്ട് കൊടുക്കണം. അതേപോലെ 57,000 കോടി രൂപ നികുതി വിഹിതത്തിൽ ബാലൻസ് കിട്ടാനുണ്ട്. 92,000 രൂപ വിവിധ പദ്ധതികളുടെ വരാനുണ്ട്. 1,00,000 കോടിയിലധികമാണ് വരാനുള്ളത് കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം. അത് തരാതെ കേരളത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് എങ്ങനെ പരിഹരിക്കും? ആർക്ക് പരിഹരിക്കാൻ കഴിയും? സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ദൂർത്ത് എവിടെ? ദൂർത്തല്ല. ആ ദൂർത്ത് എവിടെയാണെന്ന് അറിയുമോ? നവകേരള സദസ്സ്, കേരളത്തിലെ റോഡുകൾ, കേരളത്തിലെ സ്കൂളുകളെല്ലാം ഹൈടെക് ആക്കി കേരളത്തിലെ സ്വന്തം കെട്ടിടങ്ങൾ 650 സ്കൂളുകൾക്ക് 5 കോടി രൂപയുടെയും 3 കോടി രൂപയുടെയും കെട്ടിടം പണിഞ്ഞു. അതുപോലെ തന്നെ സർക്കാർ ആസ്പത്രി എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ കണക്കെടുത്തപ്പോൾ ആദ്യത്തെ 13 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കേരളത്തിലാണ്. അത് ധൂർത്താണോ? നല്ല ആശുപത്രി പണിഞ്ഞതും ഹൈസ്കൂളുകൾക്ക് 5 കോടി രൂപയുടെ കെട്ടിടം നിർമ്മിച്ചു കൊടുത്തതും അത് ധൂർത്താണോ? അതുകൊണ്ടാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത്. അഡ്വക്കേറ്റ് ശങ്കരൻ, നല്ല ആശുപത്രികൾ കേരളത്തിൽ ഉണ്ടെങ്കിൽ എന്തിനാണ് വിദേശത്തേക്ക് പോകുന്നത് ചികിത്സയ്ക്ക്? മന്ത്രിമാര് വിദേശത്തേക്കല്ലേ പോകുന്നത്? ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഒരു മിനിറ്റ് അത് പൂർത്തിയാക്കട്ടെ. സ്വതന്ത്രമായി ചികിത്സയ്ക്ക് നാട്ടിൽ ചികിത്സിക്കുന്നവരുണ്ട്, വിദേശത്ത് പോകുന്നവരുണ്ട്. അതൊന്നും ഒരു ഗവൺമെന്റിന്റെ നയമല്ല, അത് ജനങ്ങളുടെ സ്വന്തമായ തീരുമാനങ്ങൾ. എനിക്ക് BJPയുടെ പ്രതിനിധിയോടും CPMന്റെ പ്രതിനിധിയോടും ചോദിക്കാനുള്ളത്, ആദ്യമായിട്ട് BJPയുടെ പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നത് 2014 നിങ്ങളുടെ ചില സമയത്തെ പറച്ചിൽ കേട്ടാൽ ഈ 2014 വരെ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം കാളവണ്ടി നടന്ന പോലെ നിങ്ങൾ സംസാരിക്കുന്നത്. കാരണം നരേന്ദ്രമോദി ഈ രാജ്യത്ത് വികസന പ്രവർത്തനം എല്ലാം കൊണ്ടുവന്ന് നരേന്ദ്രമോദിയാണ്, BJP ആണെന്നുള്ള രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുവാൻ വേണ്ടി പൗരത്വ നിയമം അടക്കം ഈ രാജ്യത്തെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യ നിൽക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവുമാണ്. ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട്, ഈ രാജ്യത്തിൻ്റെ മതേതരത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഒരു സംഘപരിവാര ഭരണം നടത്തുവാൻ വേണ്ടി നരേന്ദ്രമോദി ശ്രമിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? 1. 2, നമ്മുടെ CPMന്റെ പ്രതിനിധിയോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഇവിടെ ബഹുമാനപ്പെട്ട ഓമല്ലൂർ ശങ്കർ സാർ പറഞ്ഞു ഇവിടെ LDFന്റെ പ്രഖ്യാപിതം എന്ന് പറയുന്ന ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് LDFന്റെ പ്രശ്നം, അത് പൊക്കിപ്പിടിച്ചാണ് ഈ ഇലക്ഷനെ നേരിടുന്നത് പറഞ്ഞു. പിന്നെ പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് ഓമല്ലൂർ ശങ്കർ സാർ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇപ്പം എൻ്റെ കയ്യിലൊരു ഡേറ്റ ഉള്ള അനുസരിച്ച് കഴിഞ്ഞ വട്ടം നടന്ന പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെൻറ് അതിന് അനുകൂലമാണ്. ഇവിടുത്തെ എല്ലാവർക്കും അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആ വിഷയത്തിൽ ഇവിടുത്തെ ന്യൂനപക്ഷ പത്തനംതിട്ടയിലല്ലേ കോൺസെൻട്രേഷൻ ക്യാമ്പ്? അപ്പൊ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം ഞങ്ങളാണെന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവർക്ക് കേരളത്തിൽ ഈ വർഗീയത പറഞ്ഞ് 1-2 സീറ്റ് പിടിക്കണം. ഇവരുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇതിനകത്ത്
ഇവരുടെ സ്ഥാനം നിലനിർത്തണം, ചിഹ്നം പോയിരിക്കണം. എന്റെ ചോദ്യം ഒരേ ഒരു ചോദ്യമാണ്. എന്തുകൊണ്ട് പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ സമരം നടത്തിയപ്പോൾ അവരെ ചേർത്ത് പിടിക്കാതെ അവർക്കെതിരെ മുഴുവൻ കേസെടുത്ത ഗവൺമെന്റും ഒരു മുഖ്യമന്ത്രിയുമാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്? ഇന്നലെ മുഖ്യമന്ത്രി ഇന്നും ഇന്നലെയൊക്കെയായിട്ട് മാസ് ഡയലോഗ് വരുന്നുണ്ട്. കേരളം അനുവദിക്കത്തില്ല, കേരള നിയമസഭയിലേക്ക് ഞങ്ങൾ അത് പാസ്സാക്കും, കേരളം അനുവദിക്കത്തില്ലെന്ന് പറയുമ്പോഴും ഇന്നലെയും സമരം നടത്തിയ ബഹുമാന്യനായ KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം അടക്കമുള്ളവരുടെ പേരിൽ കേസെടുത്തുകൊണ്ട് ഇരട്ടത്താപ്പ് നയമായിട്ട് ഇവിടെ മുന്നോട്ട് പോവുകയാണ്. ലാസ്റ്റ് ചോദ്യം, ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യം ഉയർത്തിപ്പിടിച്ചാണ് ഈ ഇലക്ഷനെ നേരിടുന്നു പറയുന്നു. ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യം എന്താ? ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞത്, നിങ്ങളിപ്പോൾ സപ്ലൈകോയിലോട്ട് വാ, ഒരെണ്ണം സാധനം പോലും ഇല്ല. അവിടെ ജനങ്ങൾക്ക് സബ്സിഡി ഇല്ല, അരിയില്ല. പിന്നെ പാവപ്പിടിച്ചവര് മരുന്ന് മേടിക്കുന്ന ക്ഷേമ പെൻഷനാ. എവിടെ പെൻഷൻ കൊടുത്തിട്ട് എത്ര നാളായി? എവിടെ കെ റൈസോ? കെ റൈസ് എന്ന് പറഞ്ഞ ഇത് കെ ചേർത്ത് വരുന്ന മൊത്തം തട്ടീരാ നമുക്ക്. പിന്നെ ഒന്ന്, രണ്ടാമത്തെ ലാസ്റ്റ് വിഷയം, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മൂന്ന് വികസനമാണ് ഇവിടെ നടത്തിയത്. മുഖ്യമന്ത്രിയുടെ 3 വികസനം ഞങ്ങൾ അംഗീകരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ 3 വികസനം ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്, എങ്കിലും 3 വികസനം അംഗീകരിക്കുന്നു. ഒന്ന്, നവകേരളമായി ബന്ധപ്പെട്ട് 3 വികസനം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒന്ന്, രാവിലെ പൗരപ്രമുഖരെ വിളിച്ച് അണ്ടിപ്പരിപ്പും പാലിനകത്ത് ഇട്ട് കൊടുത്ത് മീറ്റിംഗ് നടത്തി. മീറ്റിംഗ് അതിനുശേഷം 8:30-ക്ക് നെയ്മീൻ വറുത്തതും ബീഫെല്ലാം കൂടെ വറുത്ത് വെച്ച് അവരെ കൊണ്ട് പിന്നെ ഈറ്റിംഗ് നടത്തി. പിന്നെ വൈകിട്ട് 2 മണിക്ക് ശേഷം ഈ പാവങ്ങളെ എല്ലാം പിടിച്ച് ഫയൽ മേടിച്ച് അവരെ കൊണ്ട് ചീറ്റിംഗ് നടത്തി. അങ്ങനെ ഈറ്റിംഗും മീറ്റിംഗും ചീറ്റിംഗും മാത്രം നടത്തുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെന്ന് അതിനെക്കുറിച്ച് എന്നാണ് പറയുന്നത്. അഡ്വക്കേറ്റ് രോമലൂർ ശങ്കരനും അതുപോലെ അഡ്വക്കേറ്റ് VA സൂരജും മറുപടി പറയും.